ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ജുറാസിക് വേൾഡ് എന്ന ഫ്രാഞ്ചൈസിയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 2022 റിലീസായ ഈ സിനിമയുടെ പേര് ജുറാസിക് വേൾഡ് ഡൊമിനിയോൺ എന്നാണ്. ഡൊമിനിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആധിപത്യം. അതെ, ദിനോസറുകൾ വീണ്ടും ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ 2 സിനിമകൾ, അതായത് ജുറാസിക് വേൾഡ് ഫാളൻ കിങ്ഡം, ഇത് രണ്ടിന്റെ എക്സ്പ്ലനേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഇസ്ലാ ന്യൂബുലാർ എന്ന ദ്വീപിലെ അഗ്നിപർവ്വത വിസ്ഫോടനവും ആ ലോക്ക്വുഡ് എസ്റ്റേറ്റിൽ നടന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. ദിനോസറുകളെല്ലാം പുറത്തേക്ക് ചാടിയതുകൊണ്ട് തന്നെ അവറ്റകൾ ഇപ്പോ വളരെ സ്വതന്ത്രമായിട്ട് ഭൂമിയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ല സിംഹവും പുലിയൊക്കെയാണ് നാട്ടിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിനെ പിടിക്കാൻ സാധിക്കും. പക്ഷെ ഇത്രയും വലിയ ജീവികളെ മനുഷ്യൻ എന്ത് കാണിക്കാനാണ്? എങ്കിലും വളരെ കഷ്ടപ്പെട്ട അവറ്റകളെയൊക്കെ പിടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കരയിലെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ കടലിലെ അവസ്ഥ അതിന്റെ അപ്പുറത്താണ്. ആ മോസസോറസ് ഇപ്പോഴും കടലിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതാണെങ്കിൽ അതിന്റെ അടുത്തുകൂടെ പോകുന്ന ബോട്ടുകളെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ദിനോസറുകൾ കാരണം ഭൂമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി മൊത്തത്തിൽ ദിനോസറുകളുടെ ആധിപത്യമാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ തന്നെ അവറ്റകൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്നാൽ വിശന്നു കഴിഞ്ഞാലോ അവറ്റകൾ അതിന്റെ അപ്പുറത്തെ പരാക്രമമാണ് കാണിക്കുന്നത്. അവറ്റകൾ എല്ലാത്തിനെയും പിടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നത്. എങ്ങനെയാണ് ഈ വലിയ ജീവികൾക്കൊപ്പം ജീവിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ആശങ്കയാണ് അവർക്കിപ്പോഴും. മാംസബുക്കുകളായ കുറേയേറെ ദിനോസറുകളെ മനുഷ്യൻ പിടിച്ച് കൂട്ടിലടച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളതാവട്ടെ അവിടെയുള്ള നാഷണൽ പാർക്കിലാണ് ഇപ്പോൾ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനോസറുകൾ ചെയ്യുന്നൊക്കെ പോരാഞ്ഞിട്ട് മനുഷ്യനിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പല ഉടായ്പകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ദിനോസറുകളെ വിൽക്കുന്ന ഒരു ബ്ലാക്ക് മാർക്കറ്റ് തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ വഷളായത് കൊണ്ട് തന്നെ US ഗവൺമെന്റ് ഇപ്പോ ദിനോസറുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ബയോസിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നിട്ട് ഈ ബയോസിന്റെ CEO ആയ ലൂയിസ് ഇപ്പോൾ ദിനോസറുകളെ പാർപ്പിക്കാൻ വേണ്ടി ഇറ്റലിയിൽ ഒരു സാങ്ച്വറി ഒക്കെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അയാളുടെ ഉദ്ദേശം ദിനോസറുകളെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, ഈ ദിനോസറുകളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പുരാതനമാണ്. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി അതുകൊണ്ട് മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം കൂടെ അയാൾ നടത്തുന്നുണ്ട്. ഇതൊന്നും കൂടാതെ രാജ്യം മൊത്തത്തിൽ ഒരു റൂമർ പരന്നിരിക്കുകയാണ്. അത് ആ മെയ്സിയെ കുറിച്ചിട്ടാണ്. ബെഞ്ചമിൻ ലോക്ക്വുഡിന്റെ മകളുടെ ക്ലോണാണ് ഈ മെയ്സി എന്നും അവൾ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള റൂമറുകളാണ് പരന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ തേടി ലോകം മൊത്തത്തിൽ ഒരു സെർച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് ക്ലെയറിനെ അവളുടെ ടീമിനെയുമാണ്. അവരിപ്പോൾ ഇല്ലീഗലായിട്ട് ദിനോസറുകളെ ബ്രീഡ് ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആ വലിയ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി അവരതിനകത്ത് മൊത്തം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനാണ് അവരുടെ ശ്രമം. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലെയർ വേഗം ചെന്നിട്ട് അതിലൊരു ദിനോസറിനെ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്. അത് കാണുമ്പോൾ, നീ എന്തിനാണ് ഇതിനിപ്പോ തുറന്നു വിടുന്നത്? നമുക്ക് ഈ കാര്യം റിപ്പോർട്ട് ചെയ്താൽ പോരെ, ബാക്കിയെല്ലാം ഗവൺമെന്റ് നോക്കിക്കോളും എന്നൊക്കെയാണ് സിയ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും സിയ, നമുക്ക് ഈ ഒരെണ്ണത്തിനെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കാം എന്നും പറഞ്ഞിട്ട് അവൾ സിയയും കൂട്ടി ആ ദിനോസറിനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ അവർ ആ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് കുറെ ആളുകൾ അവർക്ക് നേരെ വരുന്നത്. അവരാണ് ആ ബ്രീഡിംഗ് ഫെസിലിറ്റി നടത്തുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം തന്നെ അവരുടെ വണ്ടിയിൽ കയറി ഓടിച്ചു പോകാൻ തുടങ്ങി. അവന്മാരാണെങ്കിൽ അവരെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഈ സമയം ക്ലെയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കുറെ ദിനോസറുകൾ കൂടി നിൽക്കുന്ന ഒരു ഫീൽഡിലേക്കാണ് അവളുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന ദിനോസറുകളെല്ലാം ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം ആ ദിനോസറുകളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പാഞ്ഞു വരുന്ന വണ്ടികളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ കഷ്ടിച്ചാണ് ക്ലെയറും ടീം അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അവരിപ്പോഴും ആ ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ്. വളരെയധികം റിസ്ക് എടുക്കേണ്ട പരിപാടിയാണ് ക്ലെയർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക്ലിനും സിയയ്ക്കും ഇനി അവളുടെ കൂടെ നിൽക്കാൻ സാധിക്കത്തില്ല. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ മറ്റൊരു ജോലി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സിയയ്ക്കും ഇതുപോലത്തെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിനോസറുകളെ സംരക്ഷിക്കേണ്ട കാര്യത്തിന് ഓവനെ തന്നെ നീ കൂട്ടുപിടിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് അവര് പറയുന്നത്. ഇതേ സമയം തന്നെ ഓവനാണെന്നുണ്ടെങ്കിൽ മറ്റു 2 ആളുകളെ കൂട്ടിയിട്ട് കുറെ ദിനോസറുകളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ദിനോസറുകളെയൊക്കെ പിടിച്ചിട്ട് സേഫ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവൻ കുതിരപ്പുറത്താണ് അവറ്റകളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരു കയറെടുത്ത് അവനൊരു ദിനോസറിന്റെ കഴുത്തിലേക്ക് എറിയാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ചു കെട്ടുന്നു. അങ്ങനെ അതിനെ അവന്റെ കൺട്രോളിലാക്കിയതിനു ശേഷം അവർ 3 പേരും കൂടെ ആ
അതിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് പോച്ചേഴ്സ് അങ്ങോട്ട് വരുന്നത്. ഈ ഇല്ലീഗലായിട്ട് ആനിമൽസിനെ പിടിക്കുന്ന ആളുകളെയാണ് ഈ പോച്ചേഴ്സ് എന്ന് പറയുന്നത്. അവൻ പിടിച്ച ആ ദിനോസറിനെയാണ് അവർ ചോദിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. സാധാരണഗതിയിൽ ഓവൻ അവരോട് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ അവൻ അവരോട് ഫൈറ്റ് ചെയ്യുന്നില്ല. പകരം ആ ദിനോസറിനെ വിട്ടുകൊടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവനിപ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. അതായത് ക്ലെയറും മെയ്സിയും അവന്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ശത്രുക്കൾ അവന്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ അവരുമായിട്ട് അവനൊരു പ്രശ്നത്തിന് നിൽക്കാത്തത്. ഇനി കാണിക്കുന്നത് മെയ്സിയെയാണ്. അവൾ ഇപ്പോൾ ഓവന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. മരങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ. അങ്ങനെ ആ പണിയൊക്കെ തീർത്തിട്ട് അവൾ വേഗം തന്നെ അവളുടെ സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഒരുപാട് ആളുകൾ അവളെ സെർച്ച് ചെയ്യുന്നോണ്ട് തന്നെ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകരുത് എന്ന കാര്യം ക്ലെയറും ഓവനും അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഇടയ്ക്കിടയ്ക്ക് അവൾ സിറ്റിയിലേക്ക് പോകാറുണ്ട്. ഈ ഒരു സമയത്തും അവൾക്ക് വേണ്ട ചില സാധനങ്ങൾ വാങ്ങിക്കാനാണ് അവൾ സിറ്റിയിലേക്ക് പോകുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് 2-3 വലിയ ദിനോസറുകൾ അവൾ കാണുന്നത്. കുറെ ആളുകൾ ചേർന്നിട്ട് അവറ്റകൾ അവിടെ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൗതുകത്തോടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. അങ്ങനെ അവളുടെ വന്ന കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവൾ വേഗം തന്നെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോയതിന് ക്ലെയർ അവളെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവളും വിട്ടുകൊടുക്കുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മാത്രം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. പുറം ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യം എനിക്കും കൂടെ അറിയണ്ടേ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓവൻ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ക്ലെയർ വേഗം ചെന്നിട്ട് മെയ്സി ഇന്ന് പുറത്തേക്ക് പോയ കാര്യങ്ങളൊക്കെ പറയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അവളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നാണ് ഓവൻ പറയുന്നത്. ഇതേ സമയം തന്നെ ഇവരറിയാതെ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അവർ താമസിക്കുന്ന ആ വീടിന്റെ ചുറ്റും കാടാണ്. ആ കാട്ടിലാണ് ഇപ്പോൾ ബ്ലൂവും താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് അവരെ നോക്കാറുണ്ട്. ഈ ഒരു സമയം അവൾ അവരെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. അവരകത്തേക്ക് പോയി കഴിയുമ്പോൾ ബ്ലൂ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. അത് നേരെ ചെല്ലുന്നത് അവിടെ തകർന്നു കിടക്കുന്ന ഒരു വണ്ടിക്കുള്ളിലേക്കാണ്. അതിനകത്ത് മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ബ്ലൂവിന്റെ കുഞ്ഞായിരുന്നു അത്. അങ്ങനെ ബ്ലൂ ഇപ്പോ കുട്ടി ബ്ലൂവിന് ചില ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുയലിനെ അവർ ശ്രദ്ധിക്കുന്നത്. അവരതിനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു പട്ടി വന്ന് ആ മുയലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ കുട്ടി ബ്ലൂ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം ഓടി ചെന്നിട്ട് ആ പട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. 2 ആളുകൾ വെച്ചിരുന്ന ഒരു കെണിയായിരുന്നു അത്. കുട്ടി ബ്ലൂ അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ആ ആളുകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന ബ്ലൂവിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരികയാണ്. അത് വേഗം തന്നെ ആ ആളുകൾക്ക് നേരെ ചാടി വീഴുന്നു. അങ്ങനെ സമയം രാത്രിയായി. ഓവനും ക്ലെയറും കൂടെ പുറത്തിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അവരിപ്പോ പറയുന്നത് മെയ്സിയെ കുറിച്ചിട്ടാണ്. ഇവൾ അധിക കാലം നമുക്കിവിടെ പാർപ്പിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആയ മറ്റൊരിടത്തേക്ക് ഇവളെ മാറ്റണം എന്നൊക്കെയാണ് ക്ലെയർ ഇപ്പോൾ ഓവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം മെയ്സി ആണെങ്കിൽ ഒരു ആൽബം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്നത് അവളുടെ അമ്മയുടെ ഫോട്ടോയാണ്. അവളുടെ അമ്മയുടെ പേര് ഷാർലറ്റ് ലോക്ക്വുഡ് എന്നാണ്. ജുറാസിക് പാർക്കിലായിരുന്നു അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോസാണ് അതിലുള്ളത്. ഇതേ സമയം തന്നെ ഇവരറിയാതെ മറ്റൊരാളും കൂടെ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ കണ്ട ആ പോച്ചറാണ്. ഓവൻ അവിടെ നിന്ന് പോന്നതിന് ശേഷം അയാൾ ഓവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ചില കാര്യങ്ങൾ അയാൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ബ്ലൂ ഇപ്പോൾ ആ കാട്ടിലാണ് താമസിക്കുന്നത്. മാത്രമല്ല പല ആളുകളും തെരഞ്ഞു നടക്കുന്ന മെയ്സിയും ഇപ്പോൾ കാട്ടിലുണ്ട്. അവൾ ഇപ്പോൾ ഓവന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നിങ്ങനെ 2 കാര്യങ്ങളാണ് അയാൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ കാര്യം അയാൾ ആരെയോ വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് അമേരിക്കയിലുള്ള മറ്റൊരു സ്ഥലമാണ്. അവിടെ വലിയൊരു ഗോതമ്പ് പാടമുണ്ട്. അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ 2 മക്കൾ ഇപ്പോൾ അവർ വളർത്തുന്ന കോഴികളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ ഒരു ജീവി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊരു വെട്ടുകിളിയായിരുന്നു. പക്ഷെ സാധാരണയിൽ കവിഞ്ഞ് നല്ല വലുപ്പം ഉണ്ടായിരുന്നതിന്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ പാടത്തു നിന്നും ഒരുപാട് വെട്ടുകിളികൾ അങ്ങോട്ട് പറന്നു വരുന്നത്. ഒരുപാടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കണക്കിനുണ്ടായിരുന്നു അത്. അവറ്റകളെല്ലാം അങ്ങോട്ട് കൂട്ടത്തോടെ പറന്നു വരുന്നത് കാണുമ്പോൾ കുട്ടികളെല്ലാവരും അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് ഒരു ഷെഡിന്റെ അകത്തേക്കാണ്. പക്ഷെ വെട്ടുകിളികളാണെങ്കിൽ ആ ഷെഡിലേക്ക് വന്നിട്ട് അവിടെ മൊത്തം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഒരു വെട്ടുകിളിയാണെന്നുണ്ടെങ്കിൽ ആ വാതിലും പൊളിച്ചിട്ട് അതിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ആ പയ്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബക്കറ്റ് എടുത്തിട്ട് അതിനെ മൂടി വെക്കുകയാണ്. അങ്ങനെ ആ വെട്ടുകിളികളെല്ലാം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ കുട്ടികളുടെ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള എല്ലി അങ്ങോട്ട് വിളിച്ചു വരുത്താണ്. ഈ എല്ലി ആരാണെന്നൊക്കെ ജുറാസിക് പാർക്കിന്റെ ആദ്യ ഭാഗം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ സിനിമയിലെ നായികയായിരുന്നു അവള്. ഭൂമിയിലുള്ള കൃഷികൾ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള റിസർച്ചാണ് അവൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വെട്ടുകിളിയുടെ ആക്രമണം അവിടെ മാത്രമല്ല നടന്നിരിക്കുന്നത്. അമേരിക്കയിലുള്ള 60ഓളം പാടങ്ങളിൽ ഇതേ രീതിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. എല്ലി അങ്ങോട്ട് വന്നിട്ട് അവിടെ പരിശോധിക്കുമ്പോൾ ആ പാടത്തിന്റെ ഒരു ഭാഗം മൊത്തത്തിൽ ആ വെട്ടുകിളികൾ തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെയൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അവൾ നേരെ അവരുടെ വീട്ടിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. അവരവിടെ നേരത്തെ പിടിച്ച ആ വെട്ടുകിളി ഒരു കൂട്ടിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ശരിക്കൊന്ന് പരിശോധിച്ചതിന് ശേഷം അവൾ അവളുടെ കയ്യിൽ ഒരു ബഡ്സ് എടുത്തിട്ട് അതിന്റെ സ്വാബ് കളക്ട് ചെയ്യാണ്. അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്തിട്ട് അവളുടെ കയ്യിലുള്ള ഒരു മെഷീന്റെ
അകത്തേക്ക് വെക്കുന്നു. അതെല്ലാം കാണുമ്പോൾ ഇനി ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് കുട്ടികളുടെ അമ്മ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ജീവിയെ കുറിച്ചിട്ട് എനിക്ക് മറ്റൊരാളോടും കൂടെ അഭിപ്രായം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലി അവിടെ നിന്ന് പോവാണ്. അവൾ കാണാൻ പോകുന്നത് മറ്റാരെയുമല്ല, അത് ഡോക്ടർ ഗ്രാൻഡ് ആണ്. ഈ ഡോക്ടർ ഗ്രാൻഡ് ആരാണെന്നുള്ള കാര്യവും ജുറാസിക് പാർക്കിന്റെ ആദ്യത്തെ സിനിമ കണ്ടവർക്കറിയാം. ഇദ്ദേഹമായിരുന്നു ആ സിനിമയിലെ നായകൻ. ഇയാൾ ഒരു പാലിയന്റോളജിസ്റ്റ് ആണ്. പണ്ട് എല്ലി ഇയാളുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാൾക്ക് എല്ലിയുടെ അടുത്തൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഇതുവരെയായിട്ടും ആ കാര്യം അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ വേറെ കല്യാണം കഴിച്ചിട്ട് അതിൽ കുട്ടികളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ അവൾ ഡിവോഴ്സ് ആയിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അയാളെ കാണുമ്പോൾ അവൾ അയാളോട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ആ വലിയ വെട്ടുകിളി അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് അവൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെട്ടുകിളികൾ നമ്മുടെ കൃഷികൾക്കെല്ലാം വളരെ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യമൊക്കെ വളരെ കുറച്ചേ വെറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ വെറ്റുകളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഭൂമിയിലെ കൃഷി മൊത്തം നശിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ആ ജീവിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗ്രാൻഡ്. ഈ സമയം എല്ലി വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബയോസിൻ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരും കുറച്ച് വിളകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ വിളകളൊന്നും തന്നെ ഈ ജീവികൾ ഭക്ഷിക്കുന്നില്ല. ബാക്കിയുള്ള വിളകൾ മാത്രമാണ് ഇവറ്റകൾ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഈ ജീവിയെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ബയോസിൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അവറ്റകൾ ബാക്കി വിളകളെല്ലാം തിന്നു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭൂമിയിൽ മൊത്തം ബയോസിന്റെ വിളകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഭൂമിയിലെ മുഴുവൻ ആഹാര ശൃംഖലയും കൺട്രോൾ ചെയ്യാനാണ് ഈ ബയോസിൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തെളിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആ തെളിവുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബയോസിന്റെ സാങ്ച്വറിയിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരു വെട്ടുകിളിയുടെ DNA കളക്ട് ചെയ്യണം. ആ DNA നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വെട്ടുകിളിയുടെ DNA മാച്ച് ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വിജയിക്കും. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. അതിന് നിങ്ങളും കൂടെ എന്റെ കൂടെ വരണം. ഞാൻ ഈ കാര്യം ലോകത്തിനോട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും വിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് എല്ലി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഗ്രാൻഡ് ആദ്യമൊന്നും അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ അവളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സമ്മതിച്ചു, പക്ഷെ അവരുടെ സാങ്ച്വറിക്ക് അകത്തേക്ക് ചെന്നിട്ട് എങ്ങനെ നമ്മൾ ആ DNA കളക്ട് ചെയ്യും എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പഴയ മാൽക്കത്തിന് നിങ്ങൾ ഓർക്കുന്നില്ലേ? അയാളിപ്പോ ബയോസിൻ എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അയാൾ എന്നെ ആ സാങ്ച്വറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരം മുതലാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ആ DNA കളക്ട് ചെയ്യാം എന്നാണ് അവള് പറയുന്നത്. അത് നല്ലൊരു ഐഡിയ ആയതുകൊണ്ട് അയാൾ വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ബയോസിന്റെ തന്നെ ഒരു ഫ്ലൈറ്റിൽ അവർ ആ സാങ്ച്വറിയിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ മെയ്സി ആണെങ്കിൽ അവളുടെ വീട്ടിലാണ്. അവളൊരു ബ്രെഡ് ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കുട്ടി ബ്ലൂ അങ്ങോട്ട് വരുന്നത്. മെയ്സി ആദ്യമായിട്ടാണ് അതിനെ കാണുന്നത്. അതിനെ കണ്ടപ്പോൾ തന്നെ അത് ബ്ലൂവിന്റെ കുട്ടിയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ അവൾ കുട്ടി ബ്ലൂവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ബേട്ട എന്നാണ് അവൾ അതിന് പേരിടുന്നത്. അതിന് വിശക്കുന്നുണ്ടാവും വിചാരിച്ചിട്ട് അവൾ ആ ബ്രെഡ് എടുത്തിട്ട് ബേട്ടയ്ക്ക് ഇട്ടു കൊടുക്കുകയാണ്. ആ സെക്കൻഡിൽ തന്നെ ബേട്ട അത് ചാടി പിടിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ബ്ലൂ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വന്നതിന് ശേഷം അത് മുരണ്ടോണ്ട് നിൽക്കുകയാണ്. മെയ്സി ആണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഓവൻ അങ്ങോട്ട് വരുന്നത്. അവൻ ബ്ലൂവിനെ നോക്കി ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ ബ്ലൂ അവരുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. അത് വല്ലാതെ മുരണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചോടി പോകുന്നു. ബ്ലൂവിന്റെ ആ രീതിയിലുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവൾ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓവന് മനസ്സിലായി. മാത്രമല്ല അതിന്റെ കൂട് തൊട്ടടുത്ത് എവിടെയോ ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീ വേഗം അകത്തേക്ക് പോകാൻ നോക്ക്, ഞാൻ അതിന്റെ കൂടിന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഓവൻ അതിന്റെ പുറകെ പോവാണ്. മെയ്സി ഞാനും വരുന്നുണ്ട് എന്ന് ഓവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെ കൂട്ടാതെ ഓവൻ അങ്ങോട്ട് പോയതുകൊണ്ട് മെയ്സി ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ്. അവൾ ആരോടും ഒന്നും മിണ്ടാതെ വേഗം തന്നെ അവളുടെ സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ബ്ലൂവും ബേട്ടയും കൂടെ ചത്ത് കിടക്കുന്ന ഒരു പട്ടിയുടെ അടുത്ത് നിൽക്കുകയാണ്. ബേട്ടയാണെങ്കിൽ അതിനെ തിന്നാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അതൊരു കെണിയിൽ കുടുങ്ങുന്നത്. ആ പോച്ചേഴ്സും ടീമും അതിനെ പിടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത കെണിയായിരുന്നു അത്. ബേട്ട കെണിയിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ ബ്ലൂ ആണെങ്കിൽ വളരെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ പോച്ചേഴ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ അവരുടെ വണ്ടി വെച്ചിട്ട് ബ്ലൂവിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ ബേട്ടയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് ഓവൻ അങ്ങോട്ട് ഓടി വരുന്നത്. അവൻ നോക്കുമ്പോൾ ആ പോച്ചേഴ്സ് എല്ലാവരും കൂടെ ബേട്ടയെ എടുത്തിട്ട് പോകുന്നതാണ് കാണുന്നത്. അവൻ അവരുടെ പുറകെ ഓടാൻ തുടങ്ങുമ്പോൾ ആ പോച്ചർ അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവൻ അവരെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതേ സമയം മെയ്സി ആണെന്നുണ്ടെങ്കിൽ ആ പാലത്തിലാണ് നിൽക്കുന്നത്. അവൾ ആ പാലം ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും വേറൊരു ടീം അവളുടെ മുന്നിലേക്ക് വരുന്നു. ഇത് നേരത്തെ ആ പോച്ചർ ആരോ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ ആളുകളാണ്. അവർ വേഗം തന്നെ മെയ്സിയെ പിടിക്കുന്നു. അതിനുശേഷം ആ പോച്ചർ ആണെങ്കിൽ അവളുടെ സൈക്കിൾ എടുത്തിട്ട് ആ പാലത്തിന്റെ താഴേക്ക് എറിയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഓവനും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബേട്ടയെ അവര് പിടിച്ചു, മെയ്സിയെ അവര് പിടിച്ചു. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. അതിനുശേഷം മെയ്സിയെയും ബേട്ടയും അവന്മാര് കൊണ്ടുപോയിട്ടുണ്ട്, നമുക്ക്
നമുക്ക് ഉടനെ തന്നെ അവരെ ഫോളോ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവൻ ക്ലെയറിനെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് ബ്ലൂ അങ്ങോട്ട് ഓടി വരുന്നത്. അതിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തിലാണ് അത് നിൽക്കുന്നത്. അത് കാണുമ്പോൾ ഓവൻ അതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ബ്ലൂ ഓവന്റെ കയ്യിൽ ഒരു മാന്തൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ബ്ലൂ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്നും അത് വളരെയധികം വിഷമത്തിലാണ് എന്ന കാര്യം ഓവന് മനസ്സിലായി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും അതിനെ ഞാൻ കണ്ടുപിടിച്ച് നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസ് ആണ് എന്നൊക്കെ അവൻ അതിനോട് പറയാൻ തുടങ്ങി. അവനതെല്ലാം സംസാരിച്ച് കഴിയുമ്പോഴേക്കും ബ്ലൂ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചോടി പോകുന്നു. അങ്ങനെ ഓവനും ക്ലെയറും കൂടെ നേരെ പോകുന്നത് ഫ്രാങ്ക്ലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവനിപ്പോൾ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അതിലെ ഡേഞ്ചറസ് സ്പീഷീസ് ഡിവിഷനിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഓവനും ക്ലെയറും കൂടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവനോട് പറയാണ്. അതായത് ആ പോച്ചേഴ്സ് ചേർന്നിട്ട് മെയ്സിയെയും ബേട്ടയും തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ. എവിടെ ചെന്നാലാണ് ആ പോച്ചറിനെ കണ്ടെത്താൻ സാധിക്കുക എന്നൊക്കെയാണ് ഓവൻ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ ആ പോച്ചറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവൻ മാൾട്ടയിലെ ദിനോസറുകളുടെ ഒരു ബ്ലാക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ഉറപ്പായിട്ടും മാൾട്ടയിലേക്ക് തന്നെയായിരിക്കും അവളെ കൊണ്ടുപോയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ സാധിക്കത്തില്ല. നിന്റെ പഴയ ഒരു കൊളീഗ് ഉണ്ടായിരുന്നല്ലോ, ബേരി, ആ പാർക്ക് തകർന്നതിന് ശേഷം അവനിപ്പോൾ CIA അണ്ടർ കവർ ഏജന്റ് ആണ്. ആ ബ്ലാക്ക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ നിങ്ങൾക്ക് ചെയ്തു തന്നോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നൊക്കെയാണ് ഫ്രാങ്ക്ലിൻ പറയുന്നത്. ഇതേ സമയം തന്നെ എല്ലിയും ഗ്രാൻഡും സഞ്ചരിക്കുന്ന ആ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ആ സാങ്ച്വറിയിലേക്ക് പോകേണ്ടത് ഒരു ഹെലികോപ്റ്ററിലാണ്. ബയോസിൻ കമ്പനിയുടെ CEO ആയ ലൂയിസ് റാംസി എന്ന് പറയുന്ന ഒരാളെയാണ് എല്ലിയുടെയും ഗ്രാൻഡിന്റെയും കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ലൂയിസിന്റെ വലങ്കൈയാണ് ഈ റാംസി എന്ന് പറയുന്ന ആള്. എല്ലിയും ഗ്രാൻഡും അങ്ങോട്ട് വരുമ്പോൾ റാംസിയാണ് അവരെ വെൽക്കം ചെയ്യുന്നത്. അതിനുശേഷം അവരൊരു ഹെലികോപ്റ്ററിൽ കയറി അവരുടെ ആ സാങ്ച്വറിയിലേക്ക് പോകാൻ തുടങ്ങി. ആ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റാംസി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 20 സ്പീഷീസോളം ദിനോസറുകളെ അവരതിനകത്ത് വളർത്തുന്നുണ്ട്. ടീറക്സ് അടക്കമുള്ള എല്ലാത്തരം മാംസബുക്കുകളും അതിനകത്തുണ്ട്. ഈ ദിനോസറുകളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ഗിഗനാറ്റോസോറസിനെ വരെ അവരതിന്റെ അകത്ത് വളർത്തുന്നുണ്ട് എന്നൊക്കെയാണ് റാംസി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പോൾ സന്ദർശകരെ ആരെയും നിങ്ങൾ ഈ സാങ്ച്വറിയിലേക്ക് അനുവദിക്കത്തില്ലേ എന്നാണ് എല്ലി ചോദിക്കുന്നത്. അങ്ങനെ ആരെയും ഞങ്ങൾ അനുവദിക്കാറില്ല. ഞങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ ആരും തന്നെ ആ ദിനോസറുകളുടെ അടുത്തേക്ക് പോവാറുമില്ല. ഞങ്ങളുടെ റിസർച്ച് പോസ്റ്റ് എല്ലാം അണ്ടർഗ്രൗണ്ട് വഴിയാണ് കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ടിൽ ഒരു പോഡിൽ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാറുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റാംസി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തേക്കും കൂടെ യാത്രയ്ക്ക് ശേഷം ആ ഹെലികോപ്റ്റർ ആ സാങ്ച്വറിയിൽ ലാൻഡ് ചെയ്യാണ്. അവരങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടി ലൂയിസും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഗ്രാൻഡിന്റെ എല്ലിയുടെ ഒരു ഫാനാണ് അയാൾ. അവരെ കണ്ടപ്പം അയാളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ് ആദ്യം അയാൾ എടുക്കുന്നത്. അതിനുശേഷം അയാൾ അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ റാംസി എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇവിടെ മൊത്തം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് പോഡ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി ഇവിടെ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് വാ, എനിക്ക് അല്പം തിരക്കുണ്ട്, നമുക്ക് പിന്നീട് കാണാമെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ എല്ലിയും ഗ്രാൻഡും നേരെ ചെല്ലുന്നത് മാൽക്കത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൾ ഓൾറെഡി ആ വെട്ടുകിളിയുടെ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. ഈ ഒരു അവസരത്തിൽ ആ വെട്ടുകിളികളെ കുറിച്ചിട്ടാണ് അയാൾ അവളോട് പറയുന്നത്. നീ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം സത്യമാണ്. ആ വെട്ടുകിളിയെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കമ്പനിയിൽ നിന്ന് തന്നെയാണ്. സബ് ലെവൽ 6-ലാണ് അവറ്റകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഈ ആക്സസ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, എനിക്ക് ഇത്ര മാത്രമേ നിങ്ങൾക്ക് സഹായം ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിവൈസ് എടുത്തിട്ട് അയാൾ അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കൊടുത്ത് സെറ്റാക്കിയതിനു ശേഷം കുറച്ച് സമയം കൂടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാൽക്ക അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇതേ സമയം അവരുടെ ഈ സംസാരങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ലൂയിസ് മുകളിൽ നിൽക്കുന്നുണ്ട്. അവരവിടെ നിന്ന് പിരിഞ്ഞു കഴിയുമ്പോൾ ലൂയിസ് നേരെ പോകുന്നത് സബ് ലെവൽ 6-ലേക്കാണ്. ഹെൻറിയെ വെച്ചിട്ടാണ് അയാൾ ആ വെട്ടുകളികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അയാൾ അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഹെൻറി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അയാൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നമ്മൾ പ്രീ ഹിസ്റ്റോറിക് DNA വെച്ചിട്ടാണ് ഈ വെട്ടുകളികളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ DNA അവറ്റകളെ വല്ലാതെ സ്ട്രോങ്ങർ ആക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇവറ്റകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്ന എല്ലാ വെട്ടുകളികളെയും നശിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ മുഴുവൻ വിളകളും നശിക്കാൻ അവറ്റകൾ കാരണമാവും എന്നൊക്കെയാണ് ഹെൻറി പറയുന്നത്. അയാളുടെ ആ സംസാരത്തിൽ അയാൾ വല്ലാതെ ടെൻഷനായിട്ടിരിക്കുകയാണ് എന്ന കാര്യം ലൂയിസിന് മനസ്സിലായി. നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് എല്ലാത്തിനെയും നശിപ്പിക്കണ്ട, അവറ്റകളെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ മതി. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന കാര്യം നീ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മെയ്സിയെ കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ബ്ലൂവിന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീയല്ലേ പറഞ്ഞത് ബ്ലൂവിന് സ്വന്തമായിട്ട് കുട്ടിയെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്? അതിപ്പോൾ സത്യമായിരിക്കുകയാണ്. പിന്നെ നീ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം ഒരിക്കലും നമ്മൾ നിർത്താൻ പോകുന്നില്ല. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ക്യാഷും പോവും. മാത്രമല്ല നമ്മൾ സ്വപ്നം കണ്ട ഒരു ലോകം നമുക്ക് പടുത്തുയർത്താനും സാധിക്കത്തില്ല. അതുകൊണ്ട് ആ മെയ്സിയെ വെച്ച് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ മെയ്സി അങ്ങോട്ട് കൊണ്ടുവരുന്ന പ്ലെയിൻ മാൾട്ടയിലാണ് ലാൻഡ് ചെയ്യുന്നത്.
മെയ്സി ഒരു പ്ലെയിനിലും ബേട്ടയെ മറ്റൊരു പ്ലെയിനിലുമാണ് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും സ്വീകരിക്കാൻ വേണ്ടി സാന്റോസ് എന്ന് പറയുന്ന ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ട്. ഈ സാന്റോസ് ആ ലൂയിസിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവർ വേഗം മെയ്സിയെ സാന്റോസിന്റെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇതേ സമയം തന്നെ ബേട്ടയെയും ആ കാറിലേക്ക് മാറ്റുന്നുണ്ട്. ബേട്ടയെ കൊണ്ടുവന്നിരിക്കുന്നത് കൈല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ആ ബ്ലാക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. അവളുടെ ജോലി ബേട്ടയെ അവർക്ക് കൈമാറുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ട ക്യാഷ് ഒക്കെ മേടിച്ച് അവൾ പോകാൻ തുടങ്ങുമ്പോഴാണ് മെയ്സി അവർ ആ കാറിലേക്ക് കൊണ്ടുപോകുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. ഈ പെൺകുട്ടിയെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് എന്ന കാര്യം അവൾ ആ പോച്ചറിനോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് നീ അറിയണ്ട, നിനക്ക് വേണ്ട കാശ് കിട്ടിയല്ലോ, ഇനി പോവാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ സാന്റോസും അവളുടെ ആളുകളും കൂടെ മെയ്സിയെയും ബേട്ടയെയും കൂട്ടിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ ക്ലെയറും ഓവനും കൂടെ ഇപ്പോൾ ബേരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ അവനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോച്ചറിനെ കുറിച്ച് അവനൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്റോസ് എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്, അവളാണ് അവനെ ഹയർ ചെയ്തിരിക്കുന്നത്. ഈ ദിനോസർ ബ്ലാക്ക് മാർക്കറ്റിന്റെ ഒരു ഏജന്റ് കൂടെയാണ് അവള്. പക്ഷെ അവളുടെ കയ്യിൽ നിന്നും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ പോച്ചർ മെയ്സിയെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബാരി അവരെയും കൊണ്ട് പോകുന്നത് ആ ദിനോസർ ബ്ലാക്ക് മാർക്കറ്റിലേക്കാണ്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കുറേയേറെ ദിനോസറുകളെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ദിനോസറുകളെയൊക്കെ വെച്ചിട്ട് അവർ പലതരത്തിലുള്ള ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നോക്കിക്കൊണ്ടാണ് അവരിപ്പോ നടക്കുന്നത്. അങ്ങനെ അവിടേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം ക്ലെയർ നേരെ അവിടുത്തെ റെസ്റ്റ് റൂമിലേക്കാണ് പോകുന്നത്. ഈ സമയം കൈലയും അങ്ങോട്ട് വരുന്നുണ്ട്. ക്ലെയറിനെ കാണുമ്പോൾ തന്നെ ഇവളൊരു അയ്യോ പാവം കേസാണ് എന്ന കാര്യം കൈലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചില ഉപദേശങ്ങളൊക്കെ അവൾ ക്ലെയറിന് കൊടുക്കുകയാണ്. അതായത് നീ ഇപ്പോൾ വന്നു പെട്ടിരിക്കുന്ന സ്ഥലം വളരെ ഡേഞ്ചറസ് ആണ്. ഇവിടെ തെറ്റായ ഏതെങ്കിലും ഒരാളുമായിട്ടാണ് നീ മുട്ടുന്നതെങ്കിൽ പിന്നെ നിന്റെ കാര്യം പുകയാണ്. അതുകൊണ്ട് വേഗം തന്നെ ഇവിടെ നിന്ന് സ്കൂട്ടാവാൻ നോക്ക് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. കൈല അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ നല്ലൊരാളാണ് എന്ന കാര്യം ക്ലെയറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്ലെയർ കൈലയെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അവൾ വേഗം തന്നെ മെയ്സിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവളെ കാണിച്ചു കൊടുക്കുന്നു. ഇതെന്റെ മകളാണ്, ഇവളിപ്പോ മിസ്സിംഗ് ആണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇവളെ ഇവിടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നീ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയാണ് ക്ലെയർ ചോദിക്കുന്നത്. ഈ സമയം കൈലയാണെങ്കിൽ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ക്ലെയർ ആ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഈ കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അതൊക്കെ കണ്ട് ക്ലെയർ ആണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഓവനും ബാരിയും ആ പോച്ചറിന്റെ പുറകിലാണ്. അവൻ നേരെ ചെന്നിരിക്കുന്നത് വീണ്ടും സാന്റോസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ബേട്ടയെ വളരെ സേഫ് ആയിട്ട് അവളുടെ കയ്യിൽ എത്തിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ജോലി കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവരെ വിളിപ്പിച്ചിരിക്കുന്നത്. അതായത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ദിനോസേഴ്സ് അവളുടെ കയ്യിലുണ്ട്. അവറ്റകളെ റിയാദിൽ എത്തിക്കണം. അതാണ് പുതിയതായിട്ട് അവൾ പോച്ചേഴ്സിന് കൊടുക്കുന്ന ജോലി. ആ ദിനോസർ എന്ന് പറയുന്നത് കില്ലർ ദിനോസേഴ്സ് ആണ്. ശത്രുവിന്റെ നേർക്ക് ഒരു ലേസർ അടിച്ചു കഴിഞ്ഞാൽ ആ ദിനോസേഴ്സ് അവരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് അവറ്റകളെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഡീലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാരിയുടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്ന് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ഒരു കിടിലൻ ഷൂട്ടൗട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ പോച്ചറാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ഓവൻ അവന്റെ പുറകെ പോവാണ്. ഇതേ സമയം ആ ദിനോസറുകൾ അടങ്ങുന്ന ട്രക്കുമായിട്ട് ഒരാൾ പെട്ടെന്ന് തന്നെ ആ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അത് കാണുമ്പോൾ ബാരിയുടെ ടീമിലുള്ള ഒരാൾ അതിന് മുന്നിലായിട്ട് ഒരു കെണി വെക്കുന്നു. ആ കെണിയിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ ആ ട്രക്ക് അവിടെ നിന്ന് മറഞ്ഞു പോവാണ്. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ദിനോസറുകൾ അടങ്ങുന്ന പെട്ടിയെല്ലാം നേരെ ആ ബ്ലാക്ക് മാർക്കറ്റിലേക്ക് തന്നെയാണ് വീണു പോകുന്നത്. ഈ സമയം ഓവനാണെങ്കിൽ ആ പോച്ചറുമായിട്ടൊരു ഫൈറ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2-3 ദിനോസറുകളൊക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കിടന്നിട്ടാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ ആ പോച്ചറിനെ ഇടിച്ചിടാണ്. ഈ സമയം 2 ദിനോസറുകൾ വന്നിട്ട് അവന്റെ 2 കൈയിലും പിടിച്ച് കടിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഓവൻ അവനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് മെയ്സിയെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നാണ് ഓവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ ജോലി അവളെ സാന്റോസിനെ കൈമാറാന്നുള്ളതായിരുന്നു. അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് ആ പോച്ചർ പറയുന്നത്. അങ്ങനെ അവൻ അത് പറഞ്ഞു തീരുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിനോസർ അവിടെ നിന്ന് ചങ്ങലയും പൊട്ടിച്ചങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ആ ദിനോസർ ആ പോച്ചറിനെ കടിച്ച് കീറാണ്. അങ്ങനെ ആ പോച്ചർ മരിച്ചു കഴിയുമ്പോൾ ഓവൻ വേഗം ഫോൺ എടുത്തിട്ട് ക്ലെയറിനെയാണ് വിളിക്കുന്നത്. ആ സാന്റോസ് എന്ന് പറയുന്ന ലേഡി ഉണ്ടല്ലോ, ആ വെള്ള ഡ്രസ് ഇട്ടത്, അവളെ ഉടനെ തന്നെ പിടിക്കണം. അവക്ക് മാത്രമേ മെയ്സി എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന കാര്യം അറിയത്തുള്ളൂ എന്നാണ് ഓവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ക്ലെയർ അവളെയും തെരഞ്ഞു പോകാൻ തുടങ്ങി. ഈ സമയം സാന്റോസ് നേരെ ചെല്ലുന്നത് ആ ട്രക്ക് മറിഞ്ഞിടക്കുന്ന സ്ഥലത്തേക്കാണ്. അവൾ നേരെ ആ ട്രക്കിന്റെ ഡ്രൈവറോട് സംസാരിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ആ ദിനോസറുകളെ തുറന്നു വിടാനാണ് അവൾ പറയുന്നത്. അവൾ അത് പറയുമ്പോൾ ബാരിയും കൂട്ടരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ വേഗം തന്നെ ആ ലേസർ എടുത്തിട്ട് ബാരിയുടെയും കൂട്ടരുടെയും നേർക്കാണ് അടിക്കുന്നത്. അങ്ങനെ ആ ദിനോസറുകളൊക്കെ പുറത്തേക്ക് വന്നിട്ട് ബാരിയെയും കൂട്ടരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ അവരാണെങ്കിൽ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്ലെയർ നേരെ ചെല്ലുന്നത് സാന്റോസിന്റെ അടുത്തേക്കാണ്. അത് കണ്ട
ഉടനെ തന്നെ അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവൾ ഇപ്പോൾ മറ്റൊരു ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് ചെന്നിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ക്ലെയറും അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റിൽ ക്ലെയർ ആണ് ജയിക്കുന്നത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ആർക്കാണ് നീ ഇവളെ കൈമാറിയത് എന്നും ചോദിച്ച് ക്ലെയർ മേസിയുടെ ഒരു ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. മറ്റൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് അവൾക്ക് സത്യം പറയേണ്ടി വരികയാണ്. ബയോസിൻ എന്ന കമ്പനിക്കാണ് ഞാൻ ഇവളെ കൈമാറിയത് എന്നാണ് സാന്റോസ് പറയുന്നത്. അങ്ങനെ അവളത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു ദിനോസർ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ സാന്റോസ് ആ ലേസർ എടുത്ത് അവൾക്ക് നേരെയാണ് അടിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിനോസർ ക്ലെയറിന്റെ പുറകെ പോകാൻ തുടങ്ങി. ക്ലെയർ ആണെങ്കിൽ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദിനോസറുമായിട്ടുള്ള ഓട്ടത്തിനിടയിൽ അവൾ കാല് തെറ്റി താഴേക്ക് വീഴാൻ പോകുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. ഈ സമയം ഇതെല്ലാം കൈല കാണുന്നുണ്ട്. അവൾ വേഗം തന്നെ ക്ലെയറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ക്ലെയർ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കൈ വിട്ടിട്ട് നേരെ താഴെ കിടക്കുന്ന ട്രക്കിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. അതോടൊപ്പം തന്നെ കൈല വേഗം ആ ട്രക്കിലേക്ക് കയറിയിട്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിച്ചു പോകാൻ തുടങ്ങി. ആ ദിനോസർ ആണെങ്കിൽ വിടാതെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ ഓവനും ബാരിയും ആ ബ്ലാക്ക് മാർക്കറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ദിനോസർ അവരെ പിടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ഓവന്റെ നിർദ്ദേശപ്രകാരം ബാരി പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ്. അതോടൊപ്പം തന്നെ ദിനോസർ ആ കൂട്ടിന്റെ അകത്തേക്കാണ് കയറുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓവൻ ആ കൂട് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ആ ദിനോസറിനെ കൂട്ടിലാക്കിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സാന്റോസ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ബാരി അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. അവളാണെങ്കിൽ അനങ്ങാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ക്ലെയർ ഓവനെ വിളിക്കുന്നത്. മേസിയെ ബയോസിനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാനിപ്പോൾ കൈലയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുക്കുമ്പോഴേക്കും നീ കടലിന്റെ തീരത്തേക്ക് എത്തിയേക്കണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഓവൻ വേഗം ഒരു ബൈക്ക് എടുത്ത് അവിടെ നിന്ന് ഓടിച്ചു പോകാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ സാന്റോസ് ആണെങ്കിൽ നൈസായിട്ട് ആ ലേസർ എടുത്ത് അവന്റെ പുറകിലേക്ക് അടിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ദിനോസറുകളൊക്കെ അവന്റെ പുറകെ ഓടാൻ തുടങ്ങി. ഓവനാണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ആ ചേസിംഗ് നടക്കുന്നുണ്ട്. അതിനിടയിൽ കൈലയും ക്ലെയറും ഇപ്പോൾ കൈലയുടെ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ വേഗം തന്നെ ആ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം കൈല ആ ഫ്ലൈറ്റ് മുന്നോട്ടെടുക്കാൻ തുടങ്ങി. ഈ സമയം ആവുമ്പോഴേക്കും ഓവനും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവനെ ആ ദിനോസറുകൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോഴേക്കും ഓവൻ പെട്ടെന്ന് തന്നെ ആ ബൈക്കുമായിട്ട് ആ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറുന്നു. ഈ സമയം ദിനോസറും അതിൽ ചാടി പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞിരുന്നു. ഈ സമയം ആ ബൈക്ക് നേരെ ആ ദിനോസറിന്റെ ദേഹത്തേക്കാണ് വന്ന് വീഴുന്നത്. അതോടൊപ്പം തന്നെ ആ ദിനോസർ തെറിച്ച് കടലിലേക്ക് വീഴുന്നു. അങ്ങനെ ബയോസിൻ ലക്ഷ്യമാക്കി പെട്ടെന്ന് തന്നെ അവരവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ മേസി ഇപ്പോൾ ആ ബയോസിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഹെൻറി ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവളെ മാത്രമല്ല ബേട്ടയെയും അവർ ആ റൂമിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മേസിയെ കാണുമ്പോൾ ഹെൻറി സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതിന് നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെയും ബേട്ടയും ശരിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ബേട്ടയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് അവൾ. ഞങ്ങൾ ബ്ലൂവിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ DNA-യിലുള്ള വിടവുകൾ നികത്താൻ വേണ്ടി ഒരുതരം ഉടുമ്പു വർഗത്തിന്റെ DNA ആണ് ഞങ്ങൾ ഉപയോഗിച്ചത്. ആ ഉടുമ്പു വർഗത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് അവറ്റകൾക്ക് ഇണ ചേരാതെ തന്നെ കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കും. ആ കഴിവാണ് ബ്ലൂവിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ബേട്ട ജനിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ തന്നെയാണ് ഈ ബേട്ട എന്ന് പറയുന്നത്. മാത്രമല്ല ഇവരുമായിട്ട് നിനക്കും ഒരു സാമ്യമുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. എന്റെ അമ്മയായ ഷാർലറ്റിന്റെ കാര്യമല്ലേ? അവൾ ചോദിക്കുന്നു. ഷാർലറ്റിനെ കുറിച്ച് നിനക്ക് എന്താണ് അറിയാവുന്നത്? അയാൾക്ക് സംശയമായി. എന്റെ ഗ്രാൻഡ് ഫാദറിന് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു എന്റെ അമ്മ. എന്റെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചപ്പോ ആ വിഷമം നികത്താൻ വേണ്ടി എന്റെ അമ്മയുടെ DNA വെച്ചിട്ട് അദ്ദേഹം എന്നെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഇതല്ലേ സംഭവിച്ചത്? അവൾ ചോദിക്കുന്നു. അല്ല മേസി, നിനക്ക് തെറ്റി. നിന്റെ ഗ്രാൻഡ് ഫാദർ അല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ അമ്മയായ ഷാർലറ്റ് തന്നെയാണ്. ചെറുതായിരിക്കുമ്പോ തന്നെ അവൾ ജുറാസിക് പാർക്കിലായിരുന്നു വളർന്നത്. ഒരുപാട് കാര്യങ്ങൾ അവൾ അവിടെ വെച്ച് തന്നെയാണ് പഠിച്ചത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്രില്യന്റ് ആയ ഒരാളായിരുന്നു നിന്റെ അമ്മ. പോകെ പോകെയാണ് ഒരു ജനറ്റിക് ഡിസോർഡർ അവർക്കുണ്ടായിരുന്നു എന്ന കാര്യം അവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് അവളുടെ DNA വെച്ചിട്ട് തന്നെ അവൾ നിന്നെ സൃഷ്ടിച്ചത്. പക്ഷെ അവൾ എങ്ങനെയാണ് ആ കാര്യം ചെയ്തത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല. ആ രഹസ്യം ഇപ്പോൾ നിന്റെ DNA-യിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വലിയൊരു തെറ്റെനിക്ക് തിരുത്താൻ പറ്റും എന്നാണ് അയാൾ പറയുന്നത്. തെറ്റ് ചെയ്തെന്നോ? എന്ത് തെറ്റ്? അവൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അയാൾ ആ വെട്ടുകിളിയാണ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിനെ കണ്ട് അവളാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഗ്രാൻഡും എല്ലിയും കൂടെ ആ വെട്ടുകിളികളെ വളർത്തുന്ന സ്ഥലത്തേക്ക് ചെന്നിരിക്കുകയാണ്. അതിനകത്ത് കയറിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവരൊരു വെട്ടുകിളിയെ പിടിക്കുന്നു. അതിനുശേഷം അതിന്റെ വായിലെ സ്വാബ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം മേസി ആണെങ്കിൽ ഹെൻറിയുടെ കമ്പ്യൂട്ടറിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ DNA വെച്ചിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. മേസിയുടെ DNA കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ വെട്ടുകിളിയുടെ DNA-യിൽ മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരൊറ്റ ജനറേഷനിലൂടെ തന്നെ അവറ്റകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. അവൾ വളരെ ശ്രദ്ധയോടെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലൂയിസ് ഇപ്പോൾ ഹെൻറിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ അവർക്ക് എന്തിനാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയാണ് ലൂയിസ് ഇപ്പോൾ ഹെൻറിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരം മുതലാക്കിയിട്ട്
കണ്ടിട്ട് അവൾ വേഗം തന്നെ ബേട്ടയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ കൂട് തുറന്നു വിടുകയാണ്. അങ്ങനെ ബേട്ട പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടാൻ തുടങ്ങി. മാത്രമല്ല മെയ്സി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവർ ഓടിപ്പോകുന്നത് കാണുമ്പോൾ ലൂയിസ് വേഗം ചെന്നിട്ട് അവിടുത്തെ അലാറം ഓണാക്കുകയാണ്. ആ അലാറം ആ ബിൽഡിംഗ് മൊത്തത്തിൽ മുഴങ്ങുന്നുണ്ട്. ആ അലാറത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെയുള്ള വെട്ടുകിളികളെല്ലാം കൂട്ടത്തോടെ പറക്കാൻ തുടങ്ങി. അവറ്റകളെല്ലാം എല്ലിയെയും ഗ്രാൻഡിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ അവർ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴാണ് മേസി അതുവഴി വരുന്നത്. ഈ എല്ലിയെയും ഗ്രാൻഡിനെയും കുറിച്ചിട്ട് അവൾ നേരത്തെ കേട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങളൊരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് തന്നെയാണ് എന്റെയും അവസ്ഥ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നും പറഞ്ഞ് അവൾ അവരെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ സമയം തന്നെ ഓവനും കൂട്ടരും ആ സാങ്ച്വറിയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവരവിടെ നിന്ന് മുന്നോട്ട് പറക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പക്ഷി ദിനോസർ അങ്ങോട്ട് വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ എഞ്ചിൻ തകർന്നു പോകുന്നുണ്ട്. ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. അതിനകത്ത് വേറെ പാരച്യൂട്ടുകളൊന്നുമില്ല. ആകെയുള്ളത് ഇജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. ക്ലെയർ ആണ് അതിലിരിക്കുന്നത്. അവർ വേഗം തന്നെ അവളോട് അത് ഇജക്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനാണ് പറയുന്നത്. മറ്റൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് അവൾ ആ സീറ്റ് ഇജക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അങ്ങനെ വിമാനമാണെങ്കിൽ വളരെ വേഗത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഗ്രാൻഡും കൂട്ടരും കൂടെ നേരെ ഓടിച്ചെല്ലുന്നത് റാംസിയുടെ അടുത്തേക്കാണ്. അവൻ ആ ലൂയിസിന്റെ വലങ്കയാണല്ലോ, അതുകൊണ്ട് തന്നെ എന്താണ് അവനോട് പറയേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ അവർ വിചാരിച്ച പോലെ അവനൊരു വില്ലൻ ആയിരുന്നില്ല. ആ വെട്ടുകിളികളെ ഉണ്ടാക്കിയിരിക്കുന്നത് ബയോസിനാണ് എന്ന കാര്യം അവനും അറിയാം. മാത്രമല്ല അവർ ആ വെട്ടുകിളികളുടെ DNA ശേഖരിക്കാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം അവനറിയാം. ഈ ഒരു അവസരത്തിൽ അവൻ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അവൻ വേഗം തന്നെ അവിടെയുള്ള ഒരു പോഡ് തുറന്നു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ കയറി എയർഫീൽഡിലേക്ക് പോകാനാണ് പറയുന്നത്. അവർക്ക് വേണ്ടി അവിടെ ഒരു വിമാനം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ അതൊക്കെ പറഞ്ഞു തീരുമ്പോഴേക്കും ഗ്രാൻഡും കൂട്ടരും വേഗം തന്നെ ആ പോഡിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇതേ സമയം തന്നെ ക്ലെയർ ആണെങ്കിൽ ഇപ്പോൾ കാട്ടിലാണ്. അവൾ ആ സീറ്റിൽ ഒരു മരത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിനോസർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവളാണെങ്കിൽ ശ്വാസം മടക്കി പിടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ദിനോസർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവൾ വേഗം തന്നെ ആ സീറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അതിനുശേഷം ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ ദിനോസർ ആ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അത് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ ഇഴഞ്ഞിഴഞ്ഞ് ചെല്ലുന്നത് അവിടെയുള്ള ഒരു കുളത്തിലേക്കാണ്. അവൾ പെട്ടെന്ന് തന്നെ ആ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ താഴ്ന്നിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ദിനോസർ ആ കുളത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ആ ജീവി അവളെ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ശ്വാസം അടക്കി പിടിച്ച് ആ വെള്ളത്തിന്റെ അടിയിലാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം ആരെയും കാണാത്തോണ്ട് ആ ജീവിയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ അത് പോയി കഴിയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആ കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറാണ്. ഈ സമയത്താണ് ദൂരെ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവൾ വന്ന ആ വിമാനം അവിടെ തകർന്നു കിടക്കുന്നുണ്ട്. അത് കണ്ട് വളരെ സങ്കടത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. പക്ഷെ അവൾ വിചാരിച്ച പോലെ ഓവനും കൈലേക്കും ഒരു അപകടവും പറ്റിയിട്ടില്ല. അവർ വേഗം തന്നെ ആ തകർന്നു കിടക്കുന്ന വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ വിമാനം തകർന്നു വീണിരിക്കുന്നത് ഒരു ഐസിന്റെ മുകളിലാണ്. പക്ഷെ അത് മഞ്ഞുകട്ടയല്ല, അവിടെയുള്ള ഒരു തടാക ഐസായിട്ട് മാറിയതാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. ഈ സമയത്താണ് വേറൊരു ദിനോസർ കൂടെ അങ്ങോട്ട് വരുന്നത്. അവരെ കാണുമ്പോൾ അത് അവർക്ക് നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ ഐസിലേക്ക് കയറുമ്പോൾ അതിന്റെ നടുഭാഗത്തായിട്ട് ഒരു വലിയ വിള്ളൽ വീഴുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും പുറകിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം ദിനോസർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിടവിലൂടെ താഴെയുള്ള വെള്ളത്തിലേക്കാണ് അത് ചാടുന്നത്. അതിനുശേഷം അവരുടെ അടിഭാഗത്തുകൂടെ നീന്താൻ തുടങ്ങി. അത് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ഐസ് തകർന്നിട്ട് ഓവൻ ആ വെള്ളത്തിന്റെ അടിയിലേക്ക് വീഴുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ ജീവി ഓവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വളരെ വേഗത്തിൽ അങ്ങോട്ട് നീന്തി വരാൻ തുടങ്ങി. പക്ഷെ ആ ജീവി അവനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിലെ പെട്ടെന്ന് അവനെ പിടിച്ച് പുറത്തേക്ക് കയറ്റുകയാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് കയറിയെങ്കിലും ആ ജീവി അവരെ വിടുന്നില്ല. പെട്ടെന്ന് തന്നെ അത് ആ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ചാടുകയാണ്. അത് കാണുമ്പോൾ അവർ രണ്ടുപേരും കൂടെ വേഗം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ ഓടി നേരെ അവിടുത്തെ മതിലിന്റെ മുകളിലേക്കാണ് കയറുന്നത്. പക്ഷെ ആ ജീവി അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ ഓടി അവർ അവിടെയുള്ള ഒരു ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ ജീവി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ കയ്യിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ഒരു ടേസർ ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ആ ജീവിയെ ഷോക്ക് അടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അത് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അത് കണ്ട് അവരാകെ സമാധാനത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ഓവനാണെങ്കിൽ ക്ലെയറിനെ കുറിച്ച് ആലോചിച്ച് നല്ല വിഷമത്തിലാണ്. അത് മനസ്സിലാക്കുമ്പോൾ കയ്യിൽ ഒരു ഡിവൈസ് കയ്യിലെടുക്കുന്നു. അതിനുശേഷം അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവൾ ഇജക്ട് ചെയ്ത ആ സീറ്റിന്റെ ഒരു ട്രാക്കറാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് അവളെ കണ്ടെത്താൻ പറ്റും എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് അവന് ശരിക്കും ആശ്വാസമാവുന്നത്. ഇതേ സമയം തന്നെ ബയോസിന്റെ ഒരു സ്റ്റാഫ് ലൂയിസിന് ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഗ്രാൻഡും എല്ലിയും കൂടെ ആ വെട്ടുകിളികളെ വളർത്തുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ആ DNA കളക്ട് ചെയ്ത വീഡിയോസ് ആണ്.
അവരതിന്റെ അകത്തേക്ക് കയറിയത് മാൽക്കത്തിന്റെ ആക്സസ് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് എന്നും കൂടെ അയാൾ പറയുന്നുണ്ട്. ഈ സമയം എല്ലിയും ഗ്രാൻഡ് ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യമൊക്കെ ലൂയിസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ആ പോഡിൽ കയറി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് തന്നെ ആ പോഡിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ മാൽക്കത്തിന് അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. ഇതേ സമയം തന്നെ ആ പോഡ് ഓഫ് ആയതുകൊണ്ട് ഗ്രാൻഡും കൂട്ടരും ആകെ സംശയിച്ച് നിൽക്കുകയാണ്. അവർ വേഗം തന്നെ ആ പോഡിന്റെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവരൊരു പാറയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. അത് ആംബർമൈൻ ആണ്. അതായത് ഇവിടെ നിന്നാണ് ദിനോസറുകളെ സൃഷ്ടിക്കുന്ന DNA ഒക്കെ കുഴിച്ചെടുക്കുന്നത്. അവരെല്ലാവരും കൂടെ അവിടെ മൊത്തത്തിലൊന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഇനി ആ പോഡിൽ കയറി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മാൽക്കം ലൂയിസിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ആ DNA ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അവരെ സഹായിച്ചതിന് മാൽക്കത്തിന് അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ലേഡി ഒരു കാര്യം പറയുന്നത്. ഈ ഗ്രാൻഡും കൂട്ടരും ഇപ്പോൾ ആ ആംബർ മൈൻസിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മാൽക്കത്തിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം അതിനകത്തും കുറെ ദിനോസറുകളുണ്ട്. ഈ സമയം അയാൾ ലൂയിസിനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഉറപ്പായിട്ടും അതിനുള്ള പണി ഞാൻ നിങ്ങൾക്ക് തരും എന്നൊക്കെയാണ് അയാൾ ദേഷ്യത്തോടെ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഓവനും കൈലയും കൂടെ ഇപ്പോൾ ക്ലെയർ വന്ന് വീണ കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ആ ചെയർ മാത്രമാണ് അവിടെ കിടക്കുന്നത്. അതിൽ നിന്നും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവളെ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടീറക്സ് അങ്ങോട്ട് വരുന്നത്. അതിനെ കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടെ പതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ടീറക്സ് അങ്ങോട്ട് വന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു മാനിനെ പിടിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഗിഗനാറ്റോസോറസ് അങ്ങോട്ട് വരുന്നത്. ഈ ഗിഗനാറ്റോസോറസ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് പ്രിഡേറ്റർ ആണ്. ടീറക്സും അതുപോലെ തന്നെയാണ്. അവർ രണ്ടുപേരും നേർക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു യുദ്ധം നടക്കും. ഈ ഒരു അവസരത്തിലും അത് തന്നെയാണ് നടക്കുന്നത്. അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ടീറക്സിന് അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് ഒക്കെ മതിയാക്കി അത് തിരിച്ചു പോവാണ്. അങ്ങനെ ടീറക്സ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഗിഗനാറ്റോസോറസ് ആണെങ്കിൽ വേഗം തന്നെ ആ മാനിനെയും കടിച്ചെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു. അതൊക്കെ കണ്ട് ആകെ ആശ്വാസത്തിലിരിക്കുകയാണ് ഓവനും കൈലയും. ഈ സമയം തന്നെ ഗ്രാൻഡും കൂട്ടരും ആ പാറയ്ക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കുറെ ദിനോസറുകൾ അവരുടെ മുന്നിലേക്ക് വരുന്നത്. 2-3 ഉണ്ടായിരുന്നു. അത് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. പക്ഷെ അവർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഒരു ഗേറ്റിന്റെ മുന്നിലാണ് അവരെത്തിയിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവരെയും തെരഞ്ഞുകൊണ്ട് മാൽക്കും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാളിപ്പോ ആ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പാസ്വേഡ് ലോക്ക് ആയതുകൊണ്ട് അയാളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ റാംസി ഇതെല്ലാം CCTVയിലൂടെ കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ആ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ആ ഗേറ്റ് തുറന്നു കൊടുക്കുക. അങ്ങനെ ആ ദിനോസറുകൾ അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ ഗേറ്റും തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം വേഗം തന്നെ ആ ഗേറ്റ് ക്ലോസ് ചെയ്യാണ്. അവർക്കൊരു കുഴപ്പവും പറ്റാതെ പുറത്തേക്ക് ഇറങ്ങിയത് കണ്ട് റാംസിക്കാണെങ്കിൽ ആകെ ആശ്വാസമായി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്ലെയർ ഇപ്പോൾ നടന്ന് ബയോസിന്റെ മറ്റൊരു സ്റ്റേഷന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ അകത്തേക്ക് കയറാന്നല്ലാതെ അവളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ അതിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു ദിനോസർ അങ്ങോട്ട് വരുന്നത്. അത് അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഓവൻ അങ്ങോട്ട് വന്നിട്ട് അതിന്റെ കഴുത്തിന് പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ കൈലയാണെങ്കിൽ അതിനെ ഷോക്ക് അടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ദിനോസർ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഓവനെയും കൈലയും കാണുമ്പോഴാണ് ക്ലെയറിന് ശരിക്കും ആശ്വാസമാവുന്നത്. ഈ സമയത്താണ് മറ്റൊരു ദിനോസറിന്റെ അലർച്ച അവർ കേൾക്കുന്നത്. ഇനി അവിടെ നിന്ന് ശരിയാവത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷന്റെ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് അവർ. ഈ സമയം തന്നെ ലൂയിസ് ഇപ്പോൾ 2 ആളുകളെയും കൂട്ടിയിട്ട് ആ വെട്ടുകിളികളെ വളർത്തുന്ന സ്ഥലത്തേക്കാണ് ചെന്നിരിക്കുന്നത്. ഗ്രാൻഡിന്റെയും എല്ലിയുടെയും കയ്യിൽ അവറ്റകളുടെ DNA ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സെർച്ചിങ് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും നശിപ്പിക്കുക എന്ന കാര്യമാണ് അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അയാൾ വേഗം തന്നെ ആ വെട്ടുകിളികളുടെ ചാമ്പറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവറ്റകളെ എല്ലാവരെയും തീയിടുകയാണ്. അങ്ങനെ ദേഹത്തെല്ലാം തീ പിടിക്കുമ്പോൾ അവറ്റകളെല്ലാം കൂട്ടത്തോടെ പറക്കാൻ തുടങ്ങി. കുറച്ചു സമയം അതെല്ലാം നോക്കി നിന്നതിന് ശേഷം ലൂയിസ് വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പക്ഷെ അയാൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അവറ്റകളൊന്നും അവിടെ ചത്തു വീഴുന്നില്ല. ആ ജീവികളെല്ലാം കൂട്ടത്തോടെ ആ ചാമ്പറും തകർത്ത് മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവറ്റകളെല്ലാം ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് പറന്നു പോവാണ്. ഇതേ സമയം തന്നെ ഓവനും കൂട്ടരും ആ സ്റ്റേഷന്റെ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ വെട്ടുകിളികളെല്ലാം കൂട്ടത്തോടെ അവിടെ നിന്ന് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലുള്ള ചിലതെല്ലാം ചത്ത് താഴേക്ക് വീഴുന്നുണ്ട്. അവറ്റകളെല്ലാം ദിനോസറുകളുടെ ദേഹത്തേക്കാണ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ആ ജീവികൾ അവിടെ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ഗ്രാൻഡും ടീമും ഇപ്പൊ മാൽക്കത്തിന്റെ വണ്ടിയിൽ കയറി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരും ആ കാഴ്ച കാണുന്നുണ്ട്. അതിൽ നിന്നും ആ ലൂയിസ് തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി.
അങ്ങനെ ഓരോരോ വെട്ടുകിളികൾ ആ ജീപ്പിന്റെ മുകളിലേക്ക് ഒന്ന് വീഴാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അതിന്റെ നിയന്ത്രണം വിട്ട് അത് താഴേക്ക് മറഞ്ഞു പോവാണ്. അങ്ങനെ ആ ജീപ്പ് നേരെ വീഴുന്നത് ഓവനും ടീമും നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം തന്നെ എല്ലാവരും അതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. അങ്ങനെ ഓവനും ക്ലെയറിനും മേസി ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ആശ്വാസമായി. അങ്ങനെ അവരവിടെ നിന്ന് ആ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ വലിയ ദിനോസർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടാകെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഇത് ഏത് തരം ജീവിയാണ് എല്ലി ചോദിക്കുന്നു. ഇതാണ് ഗിഗനാറ്റോസോറസ്. ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാംസബുക്കാണിത് എന്നാണ് ഗ്രാൻഡ് പറയുന്നത്. അങ്ങനെ ഗിഗനാറ്റോസോറസ് പതുക്കെ അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അവരാണെങ്കിൽ പതുങ്ങി പതുങ്ങി അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ജീവി അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ആ സ്റ്റേഷന്റെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ആ ജീവി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്താണ് മാൽക്ക് ഒരു പന്തം കത്തിച്ചിട്ട് ആ ജീവി അയാളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ജീവി അയാൾക്ക് നേരെ തിരിയുമ്പോൾ മാൽക്ക് ആ പന്തം എടുത്തിട്ട് അതിന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിന് നല്ലൊരു പണി കൊടുത്തിട്ട് മാൽക്ക് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ അയാൾ അതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ദിനോസർ വീണ്ടും അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും കഷ്ടിച്ച് അവർ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറുന്നു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ആ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. പെട്ടെന്നാണ് ആ ദിനോസർ അവിടുത്തെ ചില്ലൊക്കെ തകർത്തിട്ട് അതിന്റെ തല അകത്തേക്ക് ഇടുന്നത്. വന്ന ഉടനെ തന്നെ അത് ക്ലെയറിനെയാണ് പിടിക്കുന്നത്. അങ്ങനെ ക്ലെയറിനെ പിടിച്ച് വലിക്കാൻ തുടങ്ങുമ്പോൾ ഓവൻ വേഗം ചെന്നിട്ട് ക്ലെയറിനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് അതിനെ കുത്താൻ തുടങ്ങി. പക്ഷെ എന്നിട്ടൊന്നും ആ ജീവി അവിടെ നിന്ന് പോകുന്നില്ല. അത് കാണുമ്പോൾ ക്ലെയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ടേസർ എടുത്തിട്ട് അതിന്റെ കണ്ണിന് ഷോക്ക് അടിപ്പിക്കുന്നു. അത് നല്ല രീതിയിൽ അതിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ആ ദിനോസർ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അവർക്കൊരു ഹെലികോപ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതും കൊണ്ട് അവിടെ നിന്ന് അവർക്ക് പറന്നു പോകാൻ സാധിക്കത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിംഗിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. ADS എന്നാണ് അതിനെ പറയുന്നത്. ആ സിസ്റ്റം ഓഫ് ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്ററിനും ആ ബിൽഡിംഗിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് പറന്നു പോകാനും സാധിക്കത്തില്ല. ആ പക്ഷി ദിനോസറുകൾ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അവർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ആ ഹെലികോപ്റ്ററുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ കൺട്രോൾ റൂമിലേക്കാണ് പോകേണ്ടത്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ എല്ലാവരും അണ്ടർഗ്രൗണ്ട് വഴി മെയിൻ കൺട്രോൾ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ കൺട്രോൾ റൂമിന്റെ അകത്തേക്ക് എത്തുന്നു. എങ്ങനെയാണ് അത് ഓൺ ആക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റാംസി അങ്ങോട്ട് വരുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ADS ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പവർ ആവശ്യമാണ്. ഇവിടെ ഇപ്പോൾ അതിനു വേണ്ട പവർ ഇല്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പവറൊക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ADS ഓൺ ആക്കാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് ഇവിടുത്തെ പ്രൈമറി സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യമാണ് അവനിപ്പോൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ചെന്നിട്ട് അത് ഓഫ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ക്ലെയർ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവളുടെ കൂടെ എല്ലിയും പോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഓവൻ മറ്റൊരു കാര്യം പറയുന്നത്. ബേട്ട ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ അതിനെയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഓവനും അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം ലൂയിസ് ആണെങ്കിൽ അവിടെയുള്ള ബാക്കി തെളിവുകളൊക്കെ എടുത്തിട്ട് അവിടെയുള്ള ആ പോഡിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അതിനുശേഷം അയാൾ ആ പോഡിലൂടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയം തന്നെ എല്ലിയും ക്ലെയറും കൂടെ ആ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓവനും ഗ്രാൻഡും മേസിയും ആണെങ്കിൽ ബേട്ടയും തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ എല്ലിയും ക്ലെയറും കൂടെ വേഗം തന്നെ ആ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലൂയിസ് സഞ്ചരിക്കുന്ന ആ പോഡിന്റെ എഞ്ചിൻ ഓഫായി പോവാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നില്ല. ഇതേ സമയം തന്നെ ഓവനും കൂട്ടരും ബേട്ടയെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരെ ഗ്രാൻഡിന്റെ അടുത്തേക്ക് ചെല്ലുന്ന കാണുമ്പോൾ ഓവൻ പെട്ടെന്ന് തന്നെ അതിനൊരു മയക്കുവെടി വെക്കുന്നു. അതോടൊപ്പം തന്നെ അത് ബോധം കെട്ട് താഴേക്ക് വീണു പോകുന്നു. ഈ സമയം ലൂയിസ് ആണെങ്കിൽ ആ പോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. പെട്ടെന്നാണ് 2-3 ദിനോസറുകൾ അയാളുടെ അടുത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവറ്റകൾ അയാൾക്ക് നേരെ തുപ്പാൻ തുടങ്ങി. അയാളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ദിനോസറുകൾ അയാളെ കടിച്ചു കയറുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ ഹെൻറി അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ എല്ലാവർക്കും അയാളോട് ദേഷ്യമാണ് തോന്നുന്നത്. നിങ്ങൾ ഒരൊറ്റ ആള് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ വെട്ടുകിളികൾ ഉണ്ടാക്കാനും കാരണം നിങ്ങളല്ലേ എന്നൊക്കെയാണ് എല്ലി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന്. പക്ഷെ എല്ലാത്തിനും ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഈ മേസിയുടെ DNA കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ വെട്ടുകിളികളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു മാർഗം എനിക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ സഹായിക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാളെ രക്ഷപ്പെടുത്തുക എന്നല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അയാളെയും കൂടെ കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും കയ്യിലായ ഹെലികോപ്റ്ററുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ആ ടീറക്സ് അങ്ങോട്ട് വരുന്നത്. അതിനെ കണ്ട് അവരെല്ലാവരും ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് ആ ഗിഗനാറ്റോസോറസും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ അവരുടെ കാര്യം അവർ തന്നെ നോക്കിക്കോളും എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ ഗിഗനാറ്റോസോറസും ടീറക്സും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടക്കും.
നടക്കുകയാണ്. പക്ഷെ നേരത്തെ പോലെ തന്നെ ടീറക്സിന് അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കുറച്ചു സമയത്തെ ഫൈറ്റിന് ശേഷം ആ ഗിഗനാറ്റോസോറസ് ടീറക്സിനെ ഇടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ അതിനിടിച്ചിട്ട് കഴിയുമ്പോഴാണ് നേരത്തെ കണ്ട വേറൊരു ദിനോസർ കൂടെ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഗിഗനാറ്റോസോറസ് അതിന് നേർക്ക് പോകാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ എല്ലാവരും വേഗം തന്നെ ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ആ രണ്ട് ദിനോസറുകളും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ടീറക്സ് വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ ഗിഗനാറ്റോസോറസ് ഇപ്പോൾ ആ രണ്ട് ദിനോസറുകൾക്കിടയിൽ പെട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ടീറക്സ് വളരെ വേഗത്തിൽ ഓടി ചെന്നിട്ട് ഗിഗനാറ്റോസോറസിന്റെ തലക്കിട്ടൊരു ഇടി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വലിയ ജീവി നേരെ തെറിച്ച് മറ്റേ ദിനോസറിന്റെ കയ്യിലെ കൊമ്പിന് നേർക്കാണ് വീഴുന്നത്. അതോടൊപ്പം തന്നെ അത് അതിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഗിഗനാറ്റോസോറസ് ചത്തു വീഴാണ്. അതെല്ലാം നോക്കിക്കൊണ്ട് ആ രണ്ട് ദിനോസറുകൾ ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. ഈ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവരും ആ ഹെലികോപ്റ്ററുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും തിരിച്ച് അവരുടെ വിമാനം ലാൻഡ് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും അവിടെ നിന്ന് പിരിയാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർ ഗ്രാൻഡ് ഇപ്പോ എല്ലിയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. എനിക്കിനി നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഞാനും നിന്റെ കൂടെ വരികയാണ് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കേണ്ട താമസം അവൾ പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ച് കിസ് ചെയ്യാണ്. ഒരുപാട് വൈകിയാണെങ്കിലും അയാൾ ആഗ്രഹിച്ച ജീവിതം തന്നെയാണ് അയാൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഹെൻറി ഇപ്പോൾ ആ വെട്ടുകിളികളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു മാർഗമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ DNA മാറ്റം വരുത്തിയിട്ട് ഒരു വെട്ടുകിളിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ വേഗം തന്നെ ആ ഫീൽഡിലേക്ക് ചെന്നിട്ട് ആ വെട്ടുകിളി അവിടെ പറത്തി വിടുകയാണ്. അത് മുകളിലേക്ക് പറന്നു പോകുമ്പോൾ ആ ഫീൽഡിലുള്ള മുഴുവൻ വെട്ടുകിളികൾ അതിന്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ആ മുഴുവൻ ജനറേഷനെയും അയാൾ ഇപ്പോൾ ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ്. ബയോസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനി ദിനോസറുകളുടെ ഗ്ലോബൽ വാലി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ള ജീവികളെല്ലാം വളരെ ഫ്രീ ആയിട്ട് അവിടെ തന്നെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. ഒരാളെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കത്തില്ല എന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടിലെത്തിയതിനു ശേഷം ഓവനാണെങ്കിൽ ബേട്ടയും കൊണ്ട് നേരെ ബ്ലൂവിനെ കാണാനാണ് പോകുന്നത്. ബ്ലൂ അങ്ങോട്ട് വരുമ്പോൾ അവൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ അവൻ ബേട്ടയെ അതിന് തിരിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന ബ്ലൂ ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ബേട്ടയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇനിയിപ്പോൾ ഭൂമിയുടെ അവസ്ഥ എന്താണ്? ദിനോസറുകളും മനുഷ്യരും നമ്മുടെ മൃഗങ്ങളും ഇനി ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം. അപ്പോൾ ഇതാണ് 2022 റിലീസായ ജുറാസിക് വേൾഡ് ഡൊമിനിയോൺ എന്ന സിനിമയുടെ കഥ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.